എക്സ്പീരിയൻസ് ചെയ്യണേ. താഴത്തോക്ക് താഴത്തേക്കോടാ. എൻട്രി ടിക്കറ്റ് തന്നെ ക്ലാസ് പിടിച്ച് അതുപോലെ തുടങ്ങി ഒരുപാട് ആക്ടിവിറ്റീസ് അവൈലബിൾ ആണ്. പോകുന്ന വഴിക്ക് നമുക്ക് കാണാം, ഓരോന്നോരോന്നായി കാണാം. കോട കാണാനുണ്ട്, കോട. സംഭവം കിട്ടില്ല. ഇപ്പൊ നമ്മള് നിലവിലുള്ളത് എവിടെന്നറിയോ? അതെ, ഇവിടെ ആരും ഇല്ലല്ലോ. എന്താ പറയുക, ഹൈറ്റ് ആയതുകൊണ്ട് ആരും കയറത്തോ. ഹൈറ്റ് ആയതുകൊണ്ടേ. നെക്സ്റ്റ് ഗീത ടൈം. പിന്നെ നമ്മള് സിപ്പ് ലൈന് തുടങ്ങിയിട്ടുള്ള ജയൻസിങ് ഇതിനൊക്കെ എക്സ്ട്രാ ക്യാഷ് പേയ്മെന്റ് ചെയ്യണം. 350 ആണ്. പിന്നെ സിപ്പ് ലൈന് മാത്രം ഒരാൾക്ക് വരുന്നില്ല. ഇത്ര ഹൈറ്റിൽ വന്നിട്ട് അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം തന്നെയാണ്. അപ്പോ സിപ്പ് ലൈൻ നിങ്ങളെ ഡ്രൈവറിനോട് പറഞ്ഞു. ഗൈസ്, അപ്പൊ നമ്മള് ഇവിടെ സിപ്പ് ലൈൻ എക്സ്പീരിയൻസ് ചെയ്യണേ. താഴത്തോക്ക് താഴത്തേക്കോടാ. താഴത്തേക്ക് പോയിട്ട് എന്താ കാര്യം? എടാ പേടിക്കെന്താ പറയാ ഹിന്ദി? ഇത് വലിയ സംഭവം. ഈ കോട ഉണ്ട് കേട്ടോ, കോട. അപ്പൊ ഇവിടെ കോട കാണാനുണ്ട്, കോട. ഗൈസ്, അപ്പൊ നമ്മള് 900 കണ്ടിയിലുള്ള ഗ്ലാസ് ബ്രിഡ്ജിന്റെ ഫ്രണ്ടിലാട്ടാം. ഇവിടെ ഞാൻ പറഞ്ഞു തരാം, കുറച്ച് സംഗതികളുണ്ട്. നമുക്ക് എൻട്രി ടിക്കറ്റ് തന്നെ ഗ്ലാസ് ബ്രിഡ്ജ് അതുപോലെ തുടങ്ങി ഒരുപാട് ആക്ടിവിറ്റീസ് അവൈലബിൾ ആണ്. പോകുന്ന വഴിക്ക് നമുക്ക് കാണാം, ഓരോന്നോരോന്നായി കാണാം. 900 കണ്ടി വന്നിട്ട് നമ്മൾ ആദ്യത്തെ ആക്ടിവിറ്റി എക്സ്പീരിയൻസ് ചെയ്തിരിക്കുകയാണ് ഗ്ലാസ് ബ്രിഡ്ജ്. അപ്പൊ ഇനി അടുത്തേക്ക് പോവാം. അങ്ങനെയാണ് ചെയ്യില്ല. ഇതെങ്ങനെ അടിപൊളിയല്ലേ? 250 റുപ്പീസ് ആണ്, ആകെ 250 റുപ്പീസ് ഉള്ളൂ. ആ എൻട്രി ഫീസിൽ ആണ് ഈ മൊത്തം ആക്ടിവിറ്റി ഫ്രീ ആയിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പോവാം. ഇവിടെ ഒരു ടോപ്പ് ട്രീ വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു കിട്ടിലെ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. അല്ല, ഗ്ലാസ് ബ്രിഡ്ജ്. ഇവിടെ ഒരു കിട്ടിലെ വ്യൂ പോയിന്റ് ഉണ്ട്. ഒരു ട്രീ വ്യൂ പോയിന്റ് ആണ്, ഏറ്റവും ടോപ്പിലുള്ള വ്യൂ പോയിന്റ് ആണ്. അപ്പൊ നമുക്ക് മേലെ കയറിയിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇവിടെ ആരും ഇല്ലല്ലോ. എന്താ പറയുക, ഹൈറ്റ് ആയതുകൊണ്ട് ആരും കയറത്തോ. ഹൈറ്റ് ആയതുകൊണ്ടേ ഗ്ലാസ് ബ്രിഡ്ജിന്റെ മേലെന്ന് കണ്ടിട്ടുള്ള ആ ഒരു വ്യൂ തന്നെയാണ് ഇവിടെ. കണ്ടോ, നൈറ്റൊക്കെ നല്ല രസമുണ്ടായിരിക്കും. നൈറ്റ് അടിപൊളി. സംഭവം കിട്ടില്ല. വളരെ കിട്ടില്ല. ഗൈസ്, അപ്പൊ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമ്മൾ നിലവിലുള്ളത് എവിടെന്നറിയോ? അതെ, 900 കണ്ടി സ്കൈ പാർക്കിലാണ് ഇപ്പോൾ നമ്മൾ നിലവിലുള്ളത്. അതിന്റെ ഏറ്റവും പീക്കിലായിട്ടുള്ള നമ്മളൊരു 7 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അതിന്റെ ഏറ്റവും പീക്കിലാണ് ഇപ്പൊ ഞാൻ ശ്രീയിൽ നിൽക്കുന്നത്, അല്ലേ? വൺ ഓഫ് ദ പീക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ 2 ആക്ടിവിറ്റി എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി താഴെ ചെന്ന് കഴിഞ്ഞിട്ട് വേണം സിപ്പ് ലൈനും മറ്റും എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യാൻ. അപ്പോൾ ഒക്കെ ഈ 250 എന്ന് പറയുന്ന ഈ എമൗണ്ടിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഫോട്ടോ എടുക്കാം, പോവാ കേട്ടാ. അപ്പൊ ഇനി നമുക്ക് ഇവിടെ ഒരു ആർച്ചറി പോയിന്റ് ഉണ്ട്. നമുക്ക് അവിടെ പോയി നോക്കാം. ഹമ്പയ്യ ഗീതാഞ്ജലി റെസ്റ്റ് ചെയ്യാലോ. അവിടെ പോയാ ഇതിന്റെ മുകളിലേക്ക് പോകാനായിട്ട് നമുക്ക് 4 ആളുകളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരാള് 2 ബാംഗ്ലൂർ, 2 മൈസൂരാണ്. അപ്പോൾ ഗീതാഞ്ജലി ഇത് അവിടെ റെസ്റ്റ് എടുക്കാൻ. പിന്നെ സ്മൃതി ഇവിടെ ഉണ്ട്. നെക്സ്റ്റ് ഗീത ടൈം. 1 2 3 ആവർത്തിയില്ലേ? ലെഫ്റ്റ് ഹാൻഡ് പിടിക്കണേ. എടാ റൈറ്റ് പിടിക്കണ. 1 അപ്പോൾ ഇവിടെ പിന്നെ 2 ചാൻസ് ആണ്. ഒരാൾക്ക് 2 ഷോട്ടാണുള്ളത്. എൻ്റെ ഒന്ന് ഏകദേശം തട്ടിപ്പോയി എന്നുള്ളൂ. തട്ടി
പിന്നെ ഗീതാഞ്ജലിന്റെ സ്മൃതിന്റെയാണ് ഏകദേശമൊക്കെ തറച്ചു നിന്നത്. 3 നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഇനി നേരെ നമ്മളെ ക്രിക്കറ്റ് ബോൾ ഷൂട്ടാണ്.